ചേർന്നിരിക്കാനുള്ള നമ്മുടെ പ്ലാറ്റ്ഫോമുകളെ ലഹരി പോലുള്ള തിന്മകൾക്കെതിരായ പോരാട്ടത്തിന് വേദികളാക്കാൻ നമുക്ക് കഴിയണമെന്ന് വിസ്ഡം യൂത്ത് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റും കുറുവ ജുമാ മസ്ജിദ് ഖത്തീബുമായ റാഷിദ് സ്വലാഹി പറഞ്ഞു. ധാർമ്മിക ജീവിതം നയിക്കാനാണ് ഖുർആൻ പഠിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ വിഷൻ ടവറിൽ ഒരുക്കിയ ഇഫ്താർ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരുമയുടെയും ലഹരിക്കെതിരെ സമൂഹം ഒന്നിക്കേണ്ടതിന്റെയും സന്ദേശം പകർന്നാണ് കണ്ണൂർ വിഷൻ ടവറിൽ ഇഫ്താർ സംഗമം നടന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി, കണ്ണൂർ വിഷൻ, KTS, KV സോളാർ എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച ഇഫ്താറിൽ വിസ്ഡം യൂത്ത് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റും കുറുവ ജുമാ മസ്ജിദ് ഖത്തീബുമായ റാഷിദ് സ്വലാഹി മുഖ്യപ്രഭാഷണം നടത്തി. ഖുർആൻ മുന്നോട്ടുവെക്കുന്നത് മനുഷ്യരുടെ സ്നേഹവും പരസ്പര സഹകരണവുമാണെന്ന് റാഷിദ് സ്വലാഹി പറഞ്ഞു. എല്ലാ ലഹരിയും തിന്മയാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നല്ലത്, മോശം, വീര്യം കൂടിയത്, കുറഞ്ഞത് എന്നൊന്നുമില്ല. ഇന്ന് നാട് നേരിടുന്ന ഏറ്റവും വലിയ വിപത്തായി ലഹരി മാറിയിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. അത് ഇന്ന് ഏറ്റവും അനിവാര്യമായത് ലഹരിക്കെതിരായ കൂട്ടായ്മയാണെന്നും റാഷിദ് സ്വലാഹി പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ നാട് ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ലഹരി വളരെ സാർവത്രികമായി നമ്മുടെ നാടുകളിൽ, പ്രത്യേകിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരിൽ എന്ത് ചെയ്തു നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ നമുക്കറിയാം, നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ തന്നെ സ്റ്റേജിലും സദസ്സിലും ഒക്കെ ഇരിക്കണ നമ്മൾ വ്യത്യസ്ത ആശയങ്ങളിൽ വിശ്വസിക്കുകയും വ്യത്യസ്ത ദർശനം അത് ശരിയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളുകളാണ്. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. എന്നാൽ നമുക്കെല്ലാം യോജിക്കാൻ പറ്റുന്ന ഇത്തരം ഇഫ്താർ മീറ്റുകൾ, സൗഹൃദ ഇഫ്താറുകൾ പലയിടങ്ങളിലും നടക്കാറുണ്ട്. അതൊക്കെ സമൂഹത്തിന് നൽകുന്ന വലിയൊരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് യഥാർത്ഥത്തിൽ ഒന്നിച്ചു നിൽക്കാൻ പറ്റിയ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒന്ന്, നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലെ ലഹരി ഉപയോഗം. അതിൽ ജാതിയും മതവും രാഷ്ട്രീയമൊന്നുമില്ല. നമുക്കെല്ലാം ചേർന്നു നിൽക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ നമ്മുടെ നാടുകളിൽ എന്ത് ചെയ്യണം, അത്തരം ഒന്നിച്ചുള്ള ടീം വർക്കുകൾ എന്ത് ചെയ്യണം, രൂപപ്പെട്ടു വരണം. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ അച്ഛനെ, അമ്മയെ, ഉമ്മയെ, വാപ്പയെ ഒക്കെ വെട്ടിക്കൊലപ്പെടുത്തുന്ന വാർത്തകൾ നമ്മൾ ദിനേന കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 2 കൊല്ലം മുമ്പ് 3 കൊല്ലം മുമ്പൊന്നും ഇത്ര സാർവത്രികമായ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ അത്രയധികം വാർത്തകൾ നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയ ഈ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അതിനെതിരെ കൃത്യമായ ബോധവൽക്കരണ പ്രോഗ്രാമുകളുമായി നമുക്ക് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. പ്രവാചകൻ പഠിപ്പിക്കുന്നത് ആമനു, നിങ്ങൾ മദ്യത്തെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ എന്നാണ്. ഇത് പൈശാചികതയാണ് എന്നാണ്. ഏത്? ലഹരി, മദ്യപാനം, ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വെടിയണം, അത് പൈശാചികതയാണ് എന്നാണ്. അത് നിങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും എന്ത് ചെയ്യും, ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അല്ലെ, മദ്യ ലഹരിയിലാണ്, അതല്ലെങ്കിൽ ലഹരിക്ക് അഡിക്റ്റായ ചെറുപ്പക്കാരാണ് പലപ്പോഴും ഇത്തരം സംഭവങ്ങളുടെ എല്ലാം അടിവേര് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ അവസാനം എത്തുന്നത് ലഹരി എന്ന വില്ലനിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇഫ്താർ വിരുന്നിൽ കണ്ണൂർ വിഷൻ, KTS, KV സോളാർ ജീവനക്കാരും COA അംഗങ്ങളും സംബന്ധിച്ചു. COA ജില്ലാ സെക്രട്ടറി MR രജീഷ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ബിഷപ്പ് ഹൌസിനെ പ്രതിനിധീകരിച്ച് ഫാദർ ക്ലാരൻസ്, ഭോപ്പാൽ യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് OD ജോസഫ്, തലശ്ശേരി പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, കേരള വിഷൻ ന്യൂസ് MD പ്രിജേഷ് ആച്ചാണ്ടി, COA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K സജീവ് കുമാർ, P ശശികുമാർ, PDIC MD M വിനീഷ് കുമാർ, COA ജില്ലാ ട്രഷറർ AV ശശികുമാർ, KTS MD KV വിനയകുമാർ, കണ്ണൂർ വിഷൻ MD KK പ്രദീപൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.